കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് എത്രത്തോളം ഗുഡ് ആയിരുന്നു, എത്രത്തോളം ബാഡ് ആയിരുന്നു, ശരിക്കും പറഞ്ഞാൽ നീതി ലഭിച്ചോ? എസ്പെഷ്യലി ഷാനവാസുക്കായ്ക്കും അതുപോലെ അനുമോൾക്കും ഒക്കെ നീതി ലഭിച്ചോ? ആ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്ന ചോദ്യം അത് പലപ്പോഴും ഞാൻ ട്രോളായിട്ട് പലയിടത്തും കമന്റ് ബോക്സിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിരുന്നോ? അനുമോൾ കണ്ടിരുന്നോ? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, കണ്ടില്ല ലാലേട്ടാ, ഒരു വലിയ ഒരു ചരുവത്തിനകത്ത് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പൊ പിന്നെ അനുമോൾക്ക് കണ്ട സ്ഥിതിക്ക് അത് ബെഡ് എടുത്ത് ഓടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള നല്ല ഫണ്ണി ആയിട്ടുള്ള കമന്റ്സുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ശരിക്കും ഏകദേശമൊക്കെ അതുപോലൊക്കെ തന്നെ പറയാം. പക്ഷെ എങ്കിലും നെവിൻ ഒന്ന് പേടിച്ചിട്ടുണ്ട്. ഇനി അതിൽ വലിയൊരു പേടി ഉണ്ടാകാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ നടക്കുമ്പോഴാണ്. അതിൽ മറ്റൊരു സംഭവമുണ്ട്. നമ്മുടെ ഈ ഒരു സീസണിലെ ബിഗ് ബോസിൽ ഷാനവാസൊക്കെ ആദ്യമേ തന്നെ ഡിറ്റക്ട് ചെയ്ത ഒരു മാൻഡ്രേക്ക് ഉണ്ട്. അതാരാണെന്ന് പറയാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എൻ്റെ പേര് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ പേര് സഫാന. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മാൻഡ്രേക്കിൽ തുടങ്ങാം. ബിഗ് ബോസിൽ ഒരു മാൻഡ്രേക്ക് ആയിട്ടാണ് അക്ബറിനെ നമുക്ക് കാണാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ അത് ഷാനവാസ് എല്ലായ്പ്പോഴും പറയാറുണ്ട്, ആര് അക്ബറിന്റെ കൂടെ അറ്റാച്ച്ഡ് ആകുന്നോ, ഗ്രൂപ്പ് ആകുന്നു, കൂട്ടുകൂടുന്നോ, അവരൊക്കെ ഇങ്ങനെ എവിക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതെന്ത് മറിമായാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇത്തവണ നെവിൻ അല്ലെങ്കിൽ ആര്യൻ ഒരാൾ ഔട്ടാകും എന്നുള്ളതിനകത്ത് ഒരു ഉറപ്പുണ്ടായിരുന്നു. സാബുമാനെ എന്തായാലും പ്രേക്ഷകർ വിടത്തില്ല. കാരണം സാബുമാൻ എന്ന് പറയുന്നത് ബിഗ് ബോസിന് ഇനിയുള്ള ബിഗ് ബോസിന് ഒരു റെഫറൻസ് എന്ന് പറയുന്നത് സാബുമാൻ ആയിരിക്കും. സാബുമാനെ പോലെ ഇനി ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാനാണ് ഇനി എല്ലാവരും, സാബുമാൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ കൊണ്ടുവരാനാണ് ഇനി അങ്ങോട്ട് എല്ലാവരും ആഗ്രഹിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ആരുടെയും ഹെയ്റ്റ് ഇല്ല, വെറുപ്പില്ല, അകത്തും വലിയ വെറുപ്പൊന്നുമില്ല. അകത്ത് ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നോമിനേറ്റ് ചെയ്യുക. ബട്ട് ഹിയസ് ആക്റ്റീവ് അല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഹീസ് ആക്റ്റീവ് ഐ തിങ്ക്. ഓക്കെ, പക്ഷേ അക്ബറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പാനി അതുപോലെ ജിസയിലൊക്കെ അക്ബറിന്റെ കൂടെ കൂട്ടുകൂടി അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഔട്ടാവുന്നത്.